ഈ ലോകത്തിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും സെല്ലിംഗ് ആയിട്ടുള്ള ഒരു പുസ്തകമാണ് റോബർട്ട് കിയോസാക്കിയുടെ റിച്ച് ഡാഡ് പൂർ ഡാഡ്. ഏത് ബിസിനസ് സ്കൂളിലാണെങ്കിലും ഏത് ആൾക്കാരാണെങ്കിലും ഒരു ബിസിനസ് ചെയ്യുന്നവരും ആദ്യം വായിച്ചിരിക്കേണ്ട പുസ്തകമാണ് റിച്ച് ഡാഡ് പൂർ ഡാഡ്. 20 വർഷങ്ങൾക്ക് ശേഷവും ന്യൂയോർക്ക് ടൈംസിൻ്റെ ഏറ്റവും ബെസ്റ്റ് സെല്ലിംഗ് പുസ്തകമാണ് റിച്ച് ഡാഡ് പൂർ ഡാഡ്. എന്തുകൊണ്ടാണ് ഇത് ഫേമസ് ആയിരിക്കുന്നത്? ഓരോ ആളുകൾക്കും ഓരോ പെർസ്പെക്റ്റീവ് കാണും, ഓരോ വീക്ഷണങ്ങൾ കാണും. എൻ്റെ പെർസ്പെക്റ്റീവിൽ ഈ ബുക്കിൻ്റെ ഏറ്റവും വലിയൊരു ഗുണം എന്ന് പറയുന്നത് ആറ്റിറ്റ്യൂഡ് ഡിഫറൻസ്. ഒരു സാധാരണ ഒരു മനുഷ്യൻ, ഒരു പൂറായിട്ടുള്ള ഫാമിലി ജനിച്ചു വളർന്ന ആൾ, അദ്ദേഹം എന്തോരം ബിസിനസ് ചെയ്താലും ചിലപ്പോൾ അത് തോൽവിയിലേക്ക് പോകാം, കാരണം അവരെടുക്കുന്ന ചില തെറ്റായ തീരുമാനങ്ങൾ. അതേസമയം റിച്ച് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന ആളുകൾ, അല്ല ഓൾറെഡി റിച്ച് ആയിട്ടുള്ള ആളുകൾ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പം അവർക്കത് താല്പര്യം ഇല്ലെങ്കിൽ പോലും ചിലപ്പോൾ അത് വിജയിച്ചു പോകും. ഇതിൻ്റെ വ്യത്യാസം എന്ന് പറയുന്നത് അവർ ഓട്ടോമാറ്റിക്കലി എടുക്കുന്ന ഡിസിഷൻസാണ്. പവർ ഓഫ് സബ് കോൺഷ്യസ് മൈൻഡ് നിങ്ങൾക്കറിയാം. നമുക്കൊരു ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുമ്പം 80% സമയം നമ്മൾ അൺകോൺഷ്യസ് ആണ്. നമ്മൾ ഗിയർ മാറാനോ ബ്രേക്ക് ചവിട്ടാനോ ഒന്നും ആലോചിക്കുന്നില്ല, അത് ഓട്ടോമാറ്റിക്കായിട്ട് നടക്കുകയാണ്. സംടൈംസ് ഇറ്റ് ഈസ് മസിൽ മെമ്മറി.